ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ വണ്ടിയുടെ ഗിയർ പൊസിഷനല്ല, ചുമ്മാ അത് കിടന്നില്ല, ഫ്രീ ആയിട്ടങ്ങ് കിടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ വീഴുന്നില്ല, ലിവർ ഫ്രീ ആയിട്ട് കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഡ്രൈവർ ഉണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ഹെഡ് അഴിക്കാൻ പോവുകയാണ്. ഗിയറിന് വേറെ കംപ്ലൈൻ്റ് അല്ല, ഹെഡിൽ നിന്ന് മിക്കവാറും ഊരിപ്പോയതായിരിക്കും. എന്താണെന്ന് നോക്കാം. മിക്ക ഡ്രൈവർമാർക്കും അറിയാം, എന്നിരുന്നാലും പറയുകയാണ്. അപ്പം ഹെഡ് അഴിച്ചിട്ട് അതിനകത്തുനിന്ന് മിക്കവാറും ഒന്നീ ലോക്ക് പോയതോ അല്ലെങ്കിൽ ലോക്കിൻ്റെ പിന്നൊടിഞ്ഞ് പോയതാകാനാണ് ചാൻസ്. അതുകൊണ്ട് ആദ്യമേ എയറിൻ്റെ പൈപ്പ് ഊരി വിടുന്നു. ചെറുതായിട്ട് മേപ്പോട്ട് തട്ടുമ്പോഴത്തേന് അത് ഹെഡ് പൊങ്ങി വരും. ഹെഡിളകി. ഇനി എന്തുവാണ് കംപ്ലൈൻറ്റ്, എന്തോന്ന് നോക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പം കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ലോക്ക് ഒടിഞ്ഞു പോയതാണ് ഹെഡിൻ്റെ. അതിനിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയിടാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ലേത്തിലൊക്കെ പോകണം. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ സാധനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെ ഒരെണ്ണം ഉണ്ടാക്കി അങ്ങ് കയറ്റിയിടാം. സെയിം അളവിൽ നമ്മളൊരു നട്ട് എടുത്തിട്ട് നട്ടിന് ഹോളിട്ടു, എന്നിട്ട് അതിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. കട്ട് ചെയ്തെടുത്തിട്ട് സെയിം സാധനം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ രണ്ടും ഒരേ അളവാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പം കണ്ടോ, ലോക്ക് കയറ്റി നമ്മളിട്ടു. അങ്ങനെ എൻ്റെ മണ്ടയിലൊരു ലോക്ക് പിന്നെ കൂടെ കയറ്റിയിട്ട് ഒരു കെട്ടും കൂടെ കെട്ടി കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഹെഡ് കയറ്റി വെച്ച് മുറുക്കി കഴിയുമ്പോഴത്തേന് ഗിയർ വിഷയമില്ലാതാവും. ഇത് വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പരിപാടിയാണ്. പിന്നെ ഹെഡ് കയറ്റി വെച്ച് മുറുക്കുക. ഓക്കെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക്